ഇന്നത്തെ ബീഹാറിലെ ശാന്തമായ ഒരു പ്രദേശത്ത് ഒരു കാലത്ത് ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു മഹാനഗരം നിലകൊണ്ടിരുന്നു. അതായിരുന്നു നളന്ദ. ചരിത്രമറിയുന്ന ഏറ്റവും പഴയ സർവകലാശാലകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന നളന്ദ ഇന്ത്യയുടെ അറിവിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഹൃദയമായിരുന്നു. ക്രിസ്തുവിന് ശേഷം 5-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ നാളന്ദ വെറുമൊരു വിദ്യാലയം മാത്രമായിരുന്നില്ല, അത് ഒരു പൂർണ്ണമായ പഠന നഗരമായിരുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും ഇവിടെ താമസിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ചൈന, ടിബറ്റ്, കൊറിയ, ശ്രീലങ്ക, മധ്യേഷ്യ തുടങ്ങിയ ദൂരദേശങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ നളന്ദയിലേക്ക് എത്തിയിരുന്നു. ബുദ്ധമതം മാത്രമല്ല, ഗണിതം, ജ്യോതിശാസ്ത്രം, വൈദ്യം, വ്യാകരണം, തത്വചിന്ത, ലോജിക് തുടങ്ങിയ വിഷയങ്ങളും ഇവിടെ പഠിപ്പിച്ചിരുന്നു. പ്രശസ്തനായ ചൈനീസ് സന്യാസി ഹ്യുവൻസാങ് നളന്ദയിൽ വർഷങ്ങളോളം പഠിച്ചുവെന്ന് ചരിത്രരേഖകൾ പറയുന്നു. നളന്ദയുടെ ഏറ്റവും വലിയ സമ്പത്ത് അതിൻ്റെ ഗ്രന്ഥശാലകളായിരുന്നു. ധർമ്മഗഞ്ച് എന്നറിയപ്പെട്ട ഈ ലൈബ്രറി സമുച്ചയത്തിൽ ലക്ഷക്കണക്കിന് കയ്യെഴുത്ത് ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ഈ ഗ്രന്ഥശാലകൾ കത്തിക്കുമ്പോൾ മാസങ്ങളോളം തീ കത്തിയിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ നടന്ന ആക്രമണമാണ് നളന്ദയുടെ അവസാനത്തിന് കാരണമായത്. ആക്രമണത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചിതറിപ്പോയി, ഗ്രന്ഥങ്ങൾ നശിച്ചു, അറിവിൻ്റെ ആ മഹാനഗരം നിശബ്ദമായി. ലോകം നഷ്ടപ്പെട്ട അറിവ് എത്രയെന്നത് ഇന്നും കൃത്യമായി അറിയില്ല. ഇന്ന് അവശിഷ്ടങ്ങളായി മാത്രം നിലനിൽക്കുന്ന നളന്ദ ഇന്ത്യയുടെ ഒരു വലിയ ബൗദ്ധിക നഷ്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. കത്തിപ്പോയ ഗ്രന്ഥങ്ങളും നഷ്ടപ്പെട്ട അറിവുകളും മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നായി തുടരുന്നു. നളന്ദ നമ്മോട് ഇന്നും ഒരു ചോദ്യം ചോദിക്കുന്നു: അറിവ് നശിപ്പിക്കുമ്പോൾ നാം നഷ്ടപ്പെടുത്തുന്നത് വെറും കെട്ടിടങ്ങളെയോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഭാവിയെയോ?